ഹായ്, നമ്മൾ വി കെ എച്ചറിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഗാർഡനാണ് കേട്ടോ. ഇപ്പം ഞാൻ കൊണ്ടുപോകുന്ന സ്ഥലം നമ്മൾ ഈ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ കംപ്ലീറ്റ് ചെടികളും ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വിലക്കുറവാണ്, അത്യാവശ്യം കാണാനും ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു എത്ര ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്, അവിടെ ഇല്ലാത്ത ചെടിയൊന്നും ഇല്ല. എന്തായാലും നിങ്ങൾക്ക് ആ ഗാർഡൻ ഞാനത് എപ്പോൾ കാണിച്ചു തരാം. നമുക്കങ്ങോട്ട് പോയാലോ? നമ്മൾ ഈ പോകുന്ന ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ ഒരു ലോകം തന്നെയാണ് കേട്ടോ. അവിടെ ഇല്ലാത്തതിൻ്റെ ചെടികളൊന്നുമില്ല, എല്ലാ വെറൈറ്റി ഉണ്ട്. ഇതാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മൾ തിരുവനന്തപുരത്ത് ബാലരാമപുരം നെല്ലിമൂടിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1972 3 സഹോദരന്മാർ ചേർന്ന് തുടങ്ങിയൊരു ഗാർഡനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 40 ഏക്കറിലാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ആദ്യം നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ നേരെ ക്യാൻറ്റീനിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ സ്ഥിരം വരുമ്പോൾ നമുക്ക് ചെടിയെല്ലാം എടുത്തിരുന്ന ഒരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റീനെ ഫോൺ ചെയ്ത് വരുത്തി. ഈ ആൻറ്റീൻ്റെ പേരാണ് ശൗന്തള ആൻറ്റി. അങ്ങനെ ശൗന്തള ആൻറ്റിയും കൂടെ നമ്മൾ നേരെ വീഡിയോ പിടിക്കാൻ പോവുകയാണ്. ആൻറ്റി പറഞ്ഞു ആദ്യം പോയി നമ്മൾ ഈ ആർട്ട് മ്യൂസിയം ഒന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതേപോലൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ കുറേ വെറൈറ്റി ആർട്ട് വർക്കുകളും പിന്നെ കുറേ ബോൺസായി എന്നൊക്കെ പറഞ്ഞാൽ പല വെറൈറ്റി ഉണ്ട്. 20 രൂപയാണ് ഒരാൾക്ക് പാസ് വരുന്നത് കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ നല്ല വെറൈറ്റി റോസുകൾ കാണും, നമ്മൾ കാണാത്ത റോസ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നേരെ പോകുമ്പോൾ ഇതേപോലെ കുറേ ആർട്ട് വർക്കുകളുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ കാണുന്നതാണ് ഈ കാണുന്ന ബോൺസായി. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു. നമ്മൾ സാധാരണ കാണുന്ന എല്ലാ വൃക്ഷങ്ങളുടെയും ബോൺസായി ഇവിടെ ഉണ്ട് കേട്ടോ. മാവ് സഹിതമുണ്ട്. 1990 വെച്ച് പിടിപ്പിച്ച ഒരു കലിയാണ്ടർ മരം നിങ്ങൾ കണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ക്യാമറ ഇങ്ങനെ അകത്തേക്ക് സൂം ചെയ്താൽ അത്രയ്ക്കൊരു വലിയ വൃക്ഷം പോലെ തോന്നും കേട്ടോ. ഇത് 1990 വെച്ച ഒരു മരക്കൂട്ടമാണ്. കണ്ടോ അതിൻ്റെ ആ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരം വരെ ഉണ്ട്. അത് കണ്ടോ 1998 അരയാലാണ് കേട്ടോ. ആല് കണ്ടോ അത്രത്തോളം വലുതായിട്ട് അത്രയും ഫീലിംഗ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ട് വർക്ക് കേട്ടോ. കല്ലിൽ കൊത്തി വെച്ചതും സിമെൻറ്റിൽ ഉണ്ടാക്കിയത്, അങ്ങനെ പല വെറൈറ്റി നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലത്തെ വെറൈറ്റി മോഡൽ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇതൊക്കെ ഒരു ഗാർഡനിലൊക്കെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്ന ഇവിടുത്തെ ഒരു ചിത്ര മ്യൂസിയമാണ് കേട്ടോ. പല വെറൈറ്റിയിലുള്ള ചിത്രങ്ങൾ നമ്മൾ കാണാൻ പറ്റും. ഞാൻ ഈ വീഡിയോ അത്യാവശ്യം വേഗത്തിലാണ് കേട്ടോ ഷൂട്ട് ചെയ്ത് പോകുന്നത്. നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഈ മ്യൂസിയം ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം പല വെറൈറ്റി ബോൺസായിയാണ്. വീണ്ടും ഉണ്ട് 1980 അത്രത്തോളം വർഷങ്ങൾ പഴക്കമുള്ള പല വെറൈറ്റീസ് ഉണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്ന ടോപ്പ് വ്യൂ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഗാർഡൻ നമുക്ക് ഫുൾ കാണാൻ പറ്റുന്നില്ല. ഗാർഡൻ ഒരു പകുതിയോളം മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗാർഡനിലെ താഴെയുള്ള വിശേഷങ്ങളും ചെടികളുടെ വിലയും എല്ലാം ഞാൻ അടുത്ത വീഡിയോ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.